നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. JCI തിരൂർ ഗൈഡൻസ് പ്രസിഡന്റായി വിനോദ് ഗൈഡൻ സ്ഥാനമേറ്റു. 2026 വർഷത്തെ കർമ്മ പദ്ധതികൾക്ക് തുടക്കമായി. JCI തിരൂർ ഗൈഡൻസിന്റെ 4ാമത് പ്രസിഡന്റായി JCI സെനറ്റർ വിനോദ് ഗൈഡൻസ് സ്ഥാനമേറ്റു. തിരൂർ സബ്ക ഹോട്ടലിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. JCI മുൻ ദേശീയ അധ്യക്ഷൻ സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ സോൺ പ്രസിഡന്റ് മീര മേനോൻ വിശിഷ്ടാതിഥിയായിരുന്നു. 2026 വർഷത്തേക്കുള്ള സംഘടനയുടെ 3 പ്രധാന പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഗ്ലോ സേഫ്, കൃത്രിമ വെളിച്ചങ്ങളിൽ നിന്ന് പക്ഷികളെ സംരക്ഷിക്കുന്നതിനുള്ള ബോധവൽക്കരണ പദ്ധതി, ലെറ്റേഴ്സ് ടു ദ ഫ്യൂച്ചർ, തലമുറകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനുള്ള പ്രത്യേക സംരംഭം, റൂട്ട്സ് ഫോർ ടുമോറോ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി 1000 മരത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഹരിത പദ്ധതി. ചടങ്ങിൽ സോൺ വൈസ് പ്രസിഡന്റ് ആഷിർ റഹ്മാൻ, ഡോക്ടർ ഫവാസ്, മനു ആന്റണി, ഷബീർ ക്രാഡ്ലർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ഹാഷിം MK സ്വാഗതവും ഷിബിൻ നന്ദിയും രേഖപ്പെടുത്തി. സാമൂഹിക സേവന മേഖലയിൽ കൂടുതൽ കരുത്തുറ്റ പ്രവർത്തനങ്ങളുമായി പുതിയ ഭരണസമിതി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ വെന്യൂവിൽ വെച്ച് തിരൂർ ഗൈഡൻസിന്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ കുറച്ച് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യണമെന്ന് കരുതി. അതിൽ ചിലതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. അതോടൊപ്പം കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ പുതിയ ബന്ധങ്ങൾ ലഭിക്കുകയും ചെയ്തു. തുടക്കം തന്നെ JCI സെനറ്റർ ഡോക്ടർ ഫവാസ് മുസ്തഫയുടെ ലീഡ് ചെയ്ത ഓറിയന്റേഷൻ പ്രോഗ്രാമോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ തന്നെ 3 പുതിയ മെമ്പേഴ്സ് ഉണ്ടാവുകയും എല്ലോ പോസിറ്റീവ് ആവുകയും ചെയ്തു. പിന്നീട് മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR ഫണ്ട് വഴി ലഭിച്ച 50ഓളം പുസ്തകങ്ങൾ യെല്ലോ വഴി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറാൻ സാധിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഏരിയയിൽ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊണ്ട് പ്രവേശനോത്സവ ദിനത്തിൽ നമ്മുടെ ന്യൂ മെമ്പറായിരുന്ന JCI അഷ്റഫ് PTA പ്രസിഡൻ്റായിട്ടുള്ള പൊറൂർ AMLP സ്കൂളിലേക്ക് ഒരു പ്രൊജക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തു. I do solemnly swear that I will faithfully execute the office of President of JCI Tirur Guidance and will to the best of my ability serve as the living example of this organization's philosophy and belief, and will uphold and enforce the constitution and policy of this organization at all times. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും ഓരോ നിയോഗമുണ്ടെന്ന് പറയുന്ന പോലെ ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹ നിമിഷമാണ് എനിക്കിത്. 24 വർഷങ്ങൾക്കപ്പുറം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠനത്തിൽ പിന്തുണയ്ക്കാൻ വേണ്ടി JCI നൽകിയ സ്കോളർഷിപ്പിൽ നിന്നുമാണ് ഞാൻ ആദ്യമായി JCI കേൾക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അതേ JCI എന്നെ അധ്യാപകനിൽ നിന്നും മികച്ച ഒരു പരിശീലനം ആക്കിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ആ സംഘടനയുടെ ഒരു ദിവസത്തെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരെ കരുത്തും പിന്തുണയും നൽകി എന്നെ ഒരു ലീഡറാക്കിയിരിക്കുന്നു. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും റോൾ മോഡലാക്കി മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രെയിനറും അന്താരാഷ്ട്ര നേതാവുമായ സന്തോഷ് സാറിന്റെ വിശിഷ്ട സാന്നിധ്യത്തിൽ എനിക്ക് ഓർത്തെടുക്കാൻ സാധിച്ചത് ദൈവനിമിത്തമായ സ്വപ്നതുല്യ നിമിഷമായി ഞാൻ കണക്കാക്കുന്നു. I do solemnly promise that I shall faithfully serve the purposes of Junior Chamber and shall at all times uphold its ideals and principles. Serve as the living example of this organization's philosophy and belief. ഈ വർഷം സോൺ 28ന്റെ സോൺ കോൺ ഒക്ടോബർ 23-25 സോൺ കോൺ നടക്കുന്ന സമയത്ത് തിരൂർ ഗൈഡൻസ് ഏറ്റവും വലിയ ഒരു മികച്ച പൊസിഷനിൽ എത്തട്ടെ, ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസ അറിയിക്കുകയാണ്. Influencing others. The chairman of this installation ceremony, JCI തിരൂർ ഗൈഡൻസിൻ്റെ 2026 പ്രസിഡന്റ് JCI സെനറ്റർ വിനോദ് ഗൈഡൻസ് എല്ലോയുടെ പേരും സ്വന്തം പേരും ഒക്കെ ഒന്നാക്കി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഈ ഓർഗനൈസേഷനിൽ അവരെ വെൽക്കം ചെയ്യുന്ന പുതിയ മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സത്യത്തിൽ സ്വാഗതം എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇതിനൊക്കെ തിരൂർ ഗൈഡൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വർഷം 2026 വിനോദിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഇവിടെ തിരൂർ ഗൈഡൻസിൻ്റെ ഭാഗമായി ചെയ്യുന്നതിന് വേണ്ടി, ഒബ്വിയസ്ലി അദ്ദേഹം ഒരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ് അദ്ദേഹത്തും വളരെ പാഷനേറ്റ് ഇത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം 2026 അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 1000 വൃക്ഷ തൈകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ 2026 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആശിക്കുന്നുണ്ട്. പാലക്കാട് ട്രെയിനേഴ്സ് ഫോറം സ്ഥാപക പ്രസിഡന്റും ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവയിൽ അംഗവുമാണ്. ഭാര്യ JC സോനുവും മകൾ JC ഫൗണ്ടേഷൻ ജം അഡ്വക്കേറ്റ് വർഷയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഏറെ അഭിമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ആയിരങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ JC ഇന്ത്യയുടെ മുൻ നാഷണൽ പ്രസിഡന്റ് JF സന്തോഷ് കുമാർ സാർ. വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ സോണിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോൺ പ്രസിഡന്റ് JC മീര മേനോൻ. ഒരു ലോക്കൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വിജയത്തിന് പങ്കാളികളാണ്, അല്ലെങ്കിൽ പുറകെ നിൽക്കാൻ ഒരുപാട് വ്യക്തികളുടെ ആവശ്യമൊന്നുമില്ല. അത് JC തിരൂർ ഗൈഡൻസ് അതിലൊരു എക്സാമ്പിളാണ്. ഒരു 3-4 വ്യക്തികൾ വളരെ സജീവമായിട്ട് ഒരു ലോക്കൽ ഓർഗനൈസേഷന് അവരുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ലോക്കൽ ഓർഗനൈസേഷനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് JC തിരൂർ ഗൈഡൻസ്. ഈ വർഷം പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുത്ത വിനോദ് ഗൈഡൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറ് പറഞ്ഞ പോലെ പ്രസിഡൻഷ്യൽ അക്കാദമിയിലെ ഒരു താരമായിരുന്നു വിനോദ്. ഈ വർഷം അദ്ദേഹം ഉദ്ദേശിച്ച എല്ലാ പ്രോജക്റ്റുകളും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പ്രൊജക്ട്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിന് ഒരു ഡൗട്ട് ഉണ്ടാവില്ല. കാരണം മനുവണ്ടി സാറുണ്ട്, മോറോവർ എന്നൊക്കെ ഞങ്ങളുടെ ഡെന്റൽ അസോസിയേഷനിലൊക്കെ നന്നായി ഗൈഡ് ചെയ്യണ ഫവാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡൻസിൻ്റെ ഒരു കുറവുണ്ടാവില്ല. ഏതായാലും ഈ വർഷം നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടവെട്ടി വന്നവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്തരത്തിൽ വളരെ മനോഹരമായൊരു ജീവിതമാണ് അദ്ദേഹത്തിന്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ JC തിരൂർ ഗൈഡൻസിനും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുമൊക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ടീമിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നു. നമ്മുടെ സോൺ 28 ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. 3 സോൺ എന്നുള്ള മെമ്പേഴ്സായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. നമുക്കറിയാം ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന് ഒട്ടനവധി നാഴികക്കല്ലുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു നാഴികക്കല്ലായി മാറട്ടെ ഈ ഒരു 4th ഇൻസ്റ്റലേഷൻ സെറമണി എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് തൻ്റെ ജീവിതയാത്രയുടെ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു തന്ന് പ്രോഗ്രാമിനെ ഭംഗിയാക്കി മാറ്റിയ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് JF സന്തോഷ് സാറിന് JCI തിരൂർ ഗൈഡൻസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. മീഡിയ ന്യൂസ് തിരൂർ.